പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി നമുക്ക് ഈശോയിലേക്ക് നോക്കാം. കർത്താവേ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മേൽ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാവരുടെ മേൽ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. വചനം പറയുന്നു, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. നീ യേശുവിലേക്ക് നോക്കിക്കോ. നിന്റെ ജീവിതം, നിന്റെ കുടുംബം പ്രകാശിക്കും. നമ്മുടെ മനസ്സിലെ അസ്വസ്ഥതകള്, നിരാശകള് എല്ലാം മാറും. നാം ശക്തരാകും. അഭിഷേകത്താൽ നാം നിറയപ്പെടും. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. കരങ്ങൾ യേശുവിലേക്ക് നീട്ടാം. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേ കരങ്ങളോട് ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയോട് ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എൻ്റെ മക്കൾക്കും കൂടെ വേണ്ടിയാണ്. എൻ്റെ ജീവിത പങ്കാളിക്കും കൂടെ വേണ്ടിയാണ്. എൻ്റെ മാതാപിതാക്കൾക്കും കൂടെ വേണ്ടിയാണ്. തമ്പുരാനെ, കരുണയായിരിക്കണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങയോട് ചേർത്ത് വയ്ക്കുന്നു. തമ്പുരാനെ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ദൈവമേ ചേർത്ത് വയ്ക്കുന്നു. പല വിധത്തിലുള്ള ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളുണ്ട്. തമ്പുരാനെ, ഞങ്ങൾ അങ്ങേ സന്നിധി നിലനിൽക്കട്ടെ. അങ്ങ് നൽകുന്ന സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാവട്ടെ. തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ ആകുലതകള്, ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകള്, നിരാശകള്, ഭയം, ആത്മഹത്യ ചിന്ത, ഈശോയെ എല്ലാം അങ്ങയോട് ചേർത്ത് വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, കരങ്ങൾ യേശുവിലേക്ക് നീട്ടിക്കൊള്ളുക. തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ അങ്ങയുടെ സമാധാനം നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. നാം അഭിമുഖീകരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ പ്രതിസന്ധികളെ ഈശോയോട് ചേർത്ത് വയ്ക്കുക. അവിടുന്ന് കൈവിടില്ല. അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കില്ല. തന്റെ സന്നദ്ധിയിലേക്ക് വരുന്നവരോട് കരുണ കാണിക്കുന്ന ദൈവം, കാരുണ്യവാനായ ദൈവം നിന്റെ മേൽ കരുണ ചൊരിയും. നിന്റെ കുടുംബത്തിന്റെ മേൽ കരുണ ചൊരിയും. നീ ആരെയൊക്കെ സമർപ്പിക്കുന്നുവോ അവരുടെ എല്ലാവരുടെ മേൽ ഈശോ കരുണ ചൊരിയും. കാരണം പ്രിയമുള്ളവരെ, എൻ്റെ ദൈവം കരുണയുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്. ഹല്ലേലൂയ. യേശുവേ, 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 ഈ ദൈവജനത്തെ, യേശുവേ, 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 ഈ ദൈവജനത്തെ സ്തോത്രം. കാരുണ്യവാനായ ദൈവമേ, കാരുണ്യവാനായ ദൈവമേ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സമാധാനം യേശുവേ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, കരുണയായിരിക്കണമേ. അങ്ങയുടെ സമാധാനം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം നിലനിൽക്കട്ടെ. കർത്താവേ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും, ലോകം മുഴുവന്റെ മേലും യേശുവേ അങ്ങേ സമാധാനം നിറയട്ടെ, നിറയട്ടെ. ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങയുടെ സമാധാനം നിറയട്ടെ. യേശുവേ, എൻ്റെ മാതാപിതാക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, എൻ്റെ മക്കളിലേക്ക് ഈശോയെ അങ്ങയുടെ സമാധാനം നിറയട്ടെ. കർത്താവേ, കർത്താവേ, എൻ്റെ അയൽവാസികളെ ഞാൻ സമർപ്പിക്കുന്നു. അവരിലേക്ക് കർത്താവേ അങ്ങയുടെ സമാധാനം നിറയട്ടെ. യേശുവേ, കരുണയായിരിക്കണമേ. ഞാൻ
കണ്ടുമുട്ടുന്ന സംസാരിക്കുന്ന വ്യക്തികളിലേക്ക് അങ്ങയുടെ സമാധാനം നൽകുവാൻ കൃപയാകണമേ, കൃപയാകണമേ. കർത്താവേ, അങ്ങേ സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഈശോയിലേക്ക് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ രോഗങ്ങൾ, കടബാധ്യതകൾ, നമ്മുടെ ദുശീലങ്ങൾ, നമ്മുടെ പെട്ടെന്നുള്ള ദേഷ്യം, കോപം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയോടുള്ള എൻ്റെ സംസാര പെരുമാറ്റ രീതി, എൻ്റെ മക്കളോടുള്ള, എൻ്റെ മാതാപിതാക്കളോടുള്ള എൻ്റെ ഇടപെടൽ, സംസാര രീതി പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുന്നു. കർത്താവേ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുവെങ്കിൽ തമ്പുരാനെ, ആ മേഖലകളിലേക്ക് നീ വരണേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഭക്തിയോടെ യേശുവിലേക്ക് നോക്കി, തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന മേഖലകൾ ഇതൊക്കെയാണ്. കരുണയായിരിക്കണേ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നിശബ്ദമായി ഈശോയോട് പറയുക, എന്താണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്, നഷ്ടപ്പെടുത്തുന്നത്? ഈശോയോട് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, നമ്മൾ എന്തെല്ലാം നേടിയാലും യേശുവിനെ നേടിയില്ല എങ്കിൽ സമാധാനം, സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. യൂദാസ് തള്ളിപ്പറഞ്ഞ് കാശു മേടിച്ചു, ഒറ്റിക്കൊടുത്ത് കാശു മേടിച്ചു. സമാധാനമായോ? ഇല്ല. വേറൊരാൾ പത്രോസ് തള്ളിപ്പറഞ്ഞു, സമാധാനമായോ? ഇല്ല. സക്കൈവൂസിന്റെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത്, നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. സമാധാനം ലഭിച്ചോ? ഇല്ല. പക്ഷേ സമാധാനം സക്കൈവൂസിന് ലഭിച്ചു. എപ്പോൾ? സക്കൈവൂസിന് എപ്പോൾ സമാധാനം ലഭിച്ചു? ഈശോയെ സ്വന്തമാക്കിയപ്പോൾ. ഈശോയെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ സക്കൈവൂസിന് സമാധാനമായി. പ്രിയമുള്ളവരെ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. സമ്പത്തുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു, ധനികനായിരുന്നു. പക്ഷേ സമാധാനമില്ലായിരുന്നു. അപ്പൊ സമാധാനത്തിന്റെ തോത് നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ നേട്ടങ്ങളല്ല. പ്രിയമുള്ളവരെ, നീ ഈശോയെ എത്രമാത്രം സ്വീകരിക്കുന്നു, നിന്റെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് നീ ഈശോയെ എത്രമാത്രം സ്വീകരിക്കുന്നു, അതനുസരിച്ചാണ് നമ്മുടെ സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവുമായുള്ള എൻ്റെ ബന്ധത്തിന്റെ തോതനുസരിച്ചാണ് എൻ്റെ സമാധാനം. ഹല്ലേലൂയ. ഞാൻ ഭരിക്കുന്ന നേട്ടങ്ങളല്ല, ഞാൻ നേടുന്ന നേട്ടങ്ങളല്ല, സമ്പത്തല്ല, ആരോഗ്യമല്ല. പ്രിയമുള്ളവരെ, യേശുവുമായുള്ള എൻ്റെ ബന്ധത്തിന്റെ തോതനുസരിച്ചാണ് എൻ്റെ സമാധാനം. ഈശോയോട് ചേർന്നിരിക്കുക, ഈശോയോട് ചേർന്നിരിക്കുക, സമാധാനം ലഭിക്കും. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതായത് തമ്പുരാനെ സ്വന്തമാക്കുക. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ തമ്പുരാനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ സ്വന്തമാക്കേണ്ടതൊക്കെ സ്വന്തമാക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നമുക്ക് മുട്ടിന്മേലായിരിക്കാം. മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇരുന്നു കൊള്ളുക. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ്. തമ്പുരാനെ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സമാധാനം വിതയ്ക്കും, ഞാൻ സമാധാനം വിതയ്ക്കും. പ്രിയമുള്ളവരെ, തമ്പുരാൻ കർത്താവ് നമ്മിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം വിതച്ചിരിക്കുകയാണ്. നമ്മളത് സ്വീകരിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ,
തമ്പുരാൻ നൽകിയ ഈ സമാധാനം, സന്തോഷം നമുക്ക് മറ്റുള്ളവരുമായിട്ട് നമുക്ക് പങ്കുവെക്കാം. കരങ്ങൾ യേശുവിലേക്ക് നീട്ടിക്കൊള്ളൂ. ഈശോയെ, അവിടുന്ന് അരുളി ചെയ്തല്ലോ, ഞാൻ സമാധാനം വിതയ്ക്കും. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങയുടെ സമാധാനം, അങ്ങയുടെ സന്തോഷം അങ്ങ് വിതച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, വീണ്ടും തിരുവചനത്തിലൂടെ നീ അരുളി ചെയ്തല്ലോ, ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങൾ വസിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ സമാധാനം നിലനിൽക്കട്ടെ. ലേവ്യരുടെ പുസ്തകം 26:6, ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. ഈശോയെ, ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ നാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ രാജ്യത്ത് ശാന്തി, സമാധാനം ഈശോയെ അവിടുന്ന് പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്ക്. ഞങ്ങളുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവട്ടെ, ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാവട്ടെ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സമാധാനം ഉണ്ടാവട്ടെ. ഈശോയെ, അങ്ങേ സമാധാനം ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ദേശത്ത് സമർത്ഥമായി ഉണ്ടാകുവാൻ കൃപ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങളേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന.